ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും കെ.സി. വേണുഗോപാലും പ്രതികരിച്ചിരിക്കുന്നു. ഒരു കെ.എസ്.യു നേതാവിന് മറുപടി നൽകേണ്ട രൂപത്തിലേക്ക് അത് വലുതാക്കിയോ? ഈ വിഷയം എങ്ങനെയാണ് ഇപ്പോൾ കൊടിക്കുന്നിലും കെ.സിയും കാണുന്നത്? ഇപ്പോൾ കെ.എസ്.യു നേതാവിനെതിരെ നടപടി ഉണ്ടാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആദ്യം നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നു. അതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷിന് ഇക്കാര്യത്തിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം എന്നത് മാത്രമല്ല കൊടിക്കുന്നിലിനെ ചൊടിപ്പിക്കുന്നത്. ഈ പ്രതികരണങ്ങൾക്ക് പിന്നിൽ മറ്റ് ചില നേതാക്കളുണ്ട് എന്ന സംശയം കൊടിക്കുന്നിൽ സുരേഷിന് സ്വാഭാവികമായും ഉണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ചിലരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു നേതാവാണ് കെ.എസ്.യുവിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നുകൂടി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു വെക്കുകയാണ്. കോൺഗ്രസിന് സ്വാഭാവികമായും കൊട്ടാരക്കരയിൽ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു വിജയമുണ്ടായില്ല. ഒരു തിരിച്ചടി എന്ന രൂപത്തിലുള്ള ഫലമാണ് കൊട്ടാരക്കരയിൽ ഉണ്ടായത്. അത് ഒറ്റയ്ക്ക് ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല കൊട്ടാരക്കര. ചില പരിമിതികളുണ്ട്. അതാണ് കൊട്ടാരക്കരയിൽ സംഭവിച്ചത്. അതിനെ ആകെയുള്ള വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വേണം. കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം കൂടി ഉയർത്തിക്കാട്ടി, പ്രതികരണമല്ല, ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ പ്രതികരണത്തിൽ പ്രേരണ നൽകിയത് ആരാണ് എന്നതടക്കം പരിശോധിക്കണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം കൂടി കൊടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വെക്കുകയാണ്. എല്ലാവരും ഈ ചരിത്ര വിജയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വിജയത്തിൽ കേരളത്തിലെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഒരുപോലെ ഈ വിജയാഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ ഒരു കൊട്ടാരക്കര പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു കെ.എസ്.യു നേതാവ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്, ആരുടെ പ്രേരണയിലാണ് എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാർട്ടി നേതൃത്വം അത് പരിശോധിച്ച് ആരെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കട്ടെ.